ദാനത്താപേക്ഷകൾ കൈക്കൊണ്ട് നോമ്പിൽ നീ മോദിക്കേണം. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ കഷ്ടാനുഭവ ആഴ്ചയിലേക്ക് ഒരുങ്ങുന്നതിന് മുമ്പ് പരിശുദ്ധമായ വലിയ നോമ്പിന്റെ 40-ാം ദിവസം, 40-ാം വെള്ളിയാഴ്ചയായി ഇന്നേ ദിവസം പരിശുദ്ധ സഭ കൊണ്ടാടുന്നു. കർത്താവിനെ പിശാച് 3 തവണ മരുഭൂമിയിലെ തന്റെ ഉപവാസ കാലത്തിന് ശേഷം പരീക്ഷിച്ചതിന്റെ ഓർമ്മയായി ഈ ദിവസത്തെ നാം അനുസ്മരിക്കുന്നു. മോശയും ഏലിയാവും നമ്മുടെ കർത്താവും നോമ്പ് നോറ്റു പിശാചിനെ തോൽപ്പിച്ചതിന്റെ ഓർമ്മ കൊണ്ടാടുന്നതായ ഈ ദിവസം, ഈ കഴിഞ്ഞ 40 ദിവസവും പ്രാർത്ഥനയും ഉപവാസവും നോമ്പും ഈ 3 വിഷയങ്ങളിലല്ലാതെ പിശാചിനെ തോൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കില്ല എന്ന് തീർച്ചയായി കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതിനെ എത്ര വെടിപ്പോടെ നോക്കാൻ നമുക്ക് സാധിച്ചു എന്ന് സ്വയം പരിശോധിക്കാം. ജീവിതത്തിൽ ഇത്തരം ഇന്നേ ദിവസത്തിന്റെ പ്രാധാന്യത്തിലൂടെ അനേക വർഷങ്ങൾ നാം കടന്നുപോയിട്ടുണ്ട്. ജീവിതത്തിന്റെ ആദ്യത്തിലും മധ്യത്തിലും അവസാനത്തിലുമായിരിക്കുന്ന ഈ അവസ്ഥയിൽ ഒന്ന് പിന്നോട്ട് ചിന്തിച്ചാൽ, ജനിച്ച നാൾ മുതൽ ഇന്നുവരെയും എത്ര 40-ാം വെള്ളിയാഴ്ച നാം മുഖാമുഖം കണ്ടിട്ടുണ്ട് എന്നും എത്ര തവണ ഇതേ വിഷയം നാം പരസ്പരം സംസാരിച്ചിട്ടുണ്ട് എന്നും ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം നിലനിൽക്കുന്ന ഈ മനുഷ്യരാശിയുടെ രക്ഷ, അത് പിശാചിന്റെ തോൽവി പൂർണ്ണമാകുന്ന ആ അവസ്ഥ, അത് പ്രാർത്ഥന ഉപവാസം നോമ്പാലല്ലാതെ മറ്റൊന്നാലുമല്ല എന്ന് മുഖാമുഖം നോക്കി സ്വയം ജീവിതത്തെ പരിശോധിച്ചിട്ടുള്ള എത്ര വർഷങ്ങളാണ് കടന്നുപോയത്. ഈ വർഷവും എനിക്ക് എന്തുണ്ടായി എന്ന് പരസ്പരം നമുക്കൊന്ന് ചോദിക്കാം. കർത്താവിന്റെ ചിന്തയെ ഒരല്പം പോലും മനസ്സിലാക്കുവാൻ സാധിക്കാതെയാണ് പിശാച് 3 തവണ അവനെ പരീക്ഷിച്ചത്. സ്വത്തും സമ്പത്തും ഭക്ഷണവും പ്രശംസയും അഭിമാനവും ഒന്നുമല്ല എനിക്ക് വലുത്. നിന്റെ ദൈവം, നീ ആരാധിക്കുന്ന ദൈവം, അവനെ മാത്രം ആരാധിക്കണമെന്നും അപ്പത്തേക്കാളും വലുതായി, എല്ലാത്തിനേക്കാളും ഉപരിയായി ദൈവത്തെ പ്രാധാന്യം കൊടുത്ത് ജീവിക്കണമെന്നും അവനോട് ഉത്തരം പറയുവാൻ കർത്താവിന് ഇടവരേണ്ടി വന്നു. പിശാചിന് അത് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. എന്നാൽ ഈ ലോകത്തെ മറ്റ് സാധാ ജീവിതം നയിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് പറയുന്നത് പോലെ ഉത്തരം കൊടുക്കുവാൻ സാധിക്കാതെ വന്ന് പിശാചിന്റെ വലയിൽ വീണ് സ്വത്തിനും സമ്പത്തിനും ഭക്ഷണത്തിനും സൗന്ദര്യത്തിനും ഈ ലോക സുഖങ്ങൾക്കും അഭിമാനങ്ങൾക്കും പ്രശംസയുടെയും പിന്നാലെ പോയി തന്റെ ആത്മാവിനെ കെടുത്തിക്കളയുന്ന അവസ്ഥയിലേക്ക് ചെന്നെത്തിച്ചേരുന്നു. നമ്മുടെ ചിന്തകളെ ദൈവത്തിന്റെ ചിന്തകളോട് യോജിക്കുമ്പോൾ സകലത്തെയും ഉപേക്ഷിച്ച് അവന്റെ പിന്നാലെ പോകുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. 1970 ജീവിച്ചിരുന്ന ഒരു മനഃശാസ്ത്രജ്ഞൻ ജോൺ ഫ്ലവൽ എന്ന് പറയുന്ന വ്യക്തി കണ്ടുപിടിച്ച മനഃശാസ്ത്ര സിദ്ധാന്തമാണ് മെറ്റാകോഗ്നിഷൻ. തിങ്ക് അബൌട്ട് യുവർ ഓൺ തോട്ട്സ്, സ്റ്റെപ്പ് ഡൗൺ ആൻഡ് തിങ്ക് അബൌട്ട് യുവർ ഓൺ തോട്ട്സ്. നമ്മുടെ ചിന്തകളെ കുറിച്ച് നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ ചിന്തിക്കുന്ന എന്ത് നന്മയുണ്ട്, എന്ത് തിന്മയുണ്ട്, ഞാൻ ചിന്തിക്കുന്നതിൽ എന്തെങ്കിലും ദൈവത്തിൻ്റെതുണ്ടോ, എത്രയെല്ലാം ദുഷ്ടന്റേതുണ്ട് എന്ന് ഞാൻ തന്നെ എൻ്റെ ചെരുപ്പിൽ നിന്നൊന്ന് മാറി നിന്ന് എന്നെ തന്നെ ഒന്ന് നോക്കി പരിശോധിച്ചാൽ എൻ്റെ ചിന്തകൾ എത്ര ദൈവത്തിൻ്റെതും എത്ര പിശാചിൻ്റെതുമാണെന്ന് മനസ്സിലാക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും. അങ്ങനെ ചിന്തകളെ ഈ മനഃശാസ്ത്ര വിദഗ്ധൻ പഠിപ്പിച്ചു തന്നതുപോലെ ഒന്ന് ചിന്തിച്ചാൽ, പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ ദൈവതിരുഹിതം, അവന്റെ ഇഷ്ടം ഏതാണെന്ന് മനസ്സിലാക്കി അവനിലേക്ക് നമ്മുടെ ചിന്തകളെ മാറ്റുവാൻ സാധിച്ചാൽ പിശാചിൻ്റെതിനെ തള്ളിക്കളയുവാനും ദൈവത്തിൻ്റെത് സ്വീകരിക്കുവാനും തക്കമായ
ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലുണ്ടാകുവാൻ ഇടവരുകയും ചെയ്യും. അതുകൊണ്ട് ഈ 40-ാം ദിവസം നമുക്ക് നമ്മെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കാം. നമ്മുടെ ചിന്തകളെ നാം തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി ദൈവത്തിന്റെ വിചാരങ്ങളുമായി ബന്ധപ്പെടുത്തി ഇനിയുള്ള കാലമൊക്കെയും ദൈവത്തിരിഹിതം നിർവർത്തിച്ച് ജീവിപ്പാനും തന്റെ കഷ്ടാനുഭവത്തിൽ ഇനി വരുന്ന നാളുകളിൽ കഷ്ടമനുഭവിച്ച് അവന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ സന്തോഷിപ്പാൻ തക്കവണ്ണം അവന്റെ പെസഹ പെരുന്നാളിലേക്ക് നമുക്ക് നമ്മെ തന്നെ വെടിപ്പോടെ നമ്മുടെ ചിന്തകളെ വെടിപ്പാക്കി ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ അടുപ്പിച്ച് ഹൃദയം തുറന്ന് പെസഹായിൽ അവനെ സ്വീകരിപ്പാൻ തക്കവണ്ണം ഇനിയുള്ള ആ ആഴ്ചയുടെ ദിവസങ്ങളിലെങ്കിലും നമുക്കിടയാകണം. ആയതിന് മുന്നോടിയായി ഈ ഓശാനയിൽ നമുക്ക് അവനെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി പ്രീതിപ്പെടുത്തി അവന്റെ കഷ്ടാനുഭവത്തിൽ കഷ്ടം അനുഭവിപ്പാൻ തക്കവണ്ണം ഒരുങ്ങാം. ആയതിന് തന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കുകയും ചെയ്യട്ടെ. ആമേൻ. നോമ്പാൽ തന്റെ മനുഷ്യത്വം കാട്ടിയ ദൈവസുത ഞങ്ങൾ